നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് 5 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡ് ചെയ്യാനും ഏറ്റവും നല്ലൊരു ബ്രോക്കറാണ് സെറോദ. കാരണം ഇവരുടെ ബ്രോക്കറേജ് ഏറ്റവും കുറവാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽ ID ഒന്നെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിലെ പോലെ തന്നെ എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ സെഗ്മെന്റ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്, ഉപയോഗിക്കാൻ താല്പര്യമുള്ളത്. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇപ്പം എനബിൾ ചെയ്യാം, കമ്മ്യൂണിറ്റിയും ഇപ്പം എനബിൾ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ ആധാർ KYC എന്ന് ചോദിക്കുന്നുണ്ട്, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിജി ലോക്കറിൽ നിന്നാണ് നമ്മൾ ആധാർ KYC ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ചോദിക്കുന്നുണ്ട് ഡിജി ലോക്കറിന്റെ. അപ്പോൾ അത് ഉള്ളവരാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് വീണ്ടും പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ആധാർ കാർഡും പാൻ കാർഡ് വെരിഫിക്കേഷന് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, മദേഴ്സ് നെയിം, മരീറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, ഒക്യുപ്പേഷൻ, ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണ് സെറ്റിൽമെന്റ് ചോദിക്കുന്നത്, ക്വാർട്ടർലി വേണമെങ്കിൽ നമ്മുടെ സെറ്റിൽമെന്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി സെലക്ട് ചെയ്യാം. പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഈ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ടിന് നമുക്ക് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, UPI ഇതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് മാനുവലായിട്ടും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം വെബ് ക്യാം വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ക്യാപ്ചർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ എന്നതിന്റെ താഴെ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഒന്നെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ സൈൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ വെള്ള പേപ്പറിൽ സൈൻ ഇട്ടതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് പ്രൂഫ് എന്നുള്ളതിൻ്റെ അകത്ത് നമ്മുടെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നോമിനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ ആഡ് നോമിനി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇപ്പം തന്നെ നോമിനി ആഡ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഏതായാലും നോമിനി ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആഡ് നോമിനി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ഇനി ഡിജിറ്റലി സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അത് വെരിഫൈ ആൻഡ് സൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആധാർ കാർഡ് നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോക്യുമെന്റ്സ് സക്സസ്ഫുൾ ആയിട്ട് സൈൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ യൂസർ ID നമുക്ക് താഴെ കാണാൻ സാധിക്കും. ആ ഒരു യൂസർ ID ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ടു കൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനും അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാനും അതെല്ലാം ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും കോയിൻ ബൈ സെറോദ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനും കൂടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇത് സെറോദ കൈറ്റ്, ബാക്കിയുള്ളതിന് വേണ്ടി കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്